ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചീര ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചീര കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചീര നമുക്ക് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്യും. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചീര നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ചീര വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ പച്ചമുളകും കുറച്ച് കടലമാവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയിൽ വെള്ളത്തിൻ്റെ അംശം അധികമായതുകൊണ്ട് ഈ കറിക്ക് കട്ടി കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൽ കടലമാവ് ചേർക്കുന്നത്. കടലമാവിന് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം. ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർക്കാം. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ നമുക്ക് തൈരോ മോരോ ഉപയോഗിക്കാം. തൈരാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മോരും റെഡിയാണ്, അരപ്പും റെഡിയാണ്. ഇനി ചീര വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടിച്ചെടുത്ത് വെച്ച തൈര് ഇതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഈ കറി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്നുള്ളതും നോക്കുക. അപ്പോൾ ഈ കറി റെഡി ആയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ചുവന്ന മുളക് ചേർക്കാം. അതൊന്ന് ചോക്കുമ്പോൾ കുറച്ച് കരിവേപ്പില ചേർക്കുക. ഇനി ഇതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇത് കറിയിലേക്ക് ഒഴിക്കുക. ഇനി ഇത് മൂടി വെച്ച കറി റെഡി. അപ്പോൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.